കേരളത്തിൽ ജാതി സെൻസസ് നടത്തിയാൽ അധികാരത്തിലെ താക്കോൽ സ്ഥാനങ്ങൾ കിട്ടാതാകുമോ? NSS ഏതായാലും പരസ്യമായി ഈ ജാതി സെൻസസിനെ തള്ളിയിട്ടുണ്ട്. ഇതോടെ അസാധാരണമായ ഒരു ദ്വന്ദ്വത്തിന് സാഹചര്യവും തെളിയുകയാണ്. ഇപ്പോ ജാതി സെൻസസ് പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരാണ്. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തും എന്നാണ് പ്രഖ്യാപനം. BJPയിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം വരാൻ കാരണമുണ്ടായിരുന്നു. അത് ബീഹാർ തിരഞ്ഞെടുപ്പാണ്. ജാതി സെൻസസ് നടത്തിയാൽ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കരുതിയിരുന്നത് ബീഹാറിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെയാണ്. അവിടെ നിന്നാണ് പ്രതിഷേധവും ഉയരേണ്ടത്. എന്നാൽ ആ സംസ്ഥാനങ്ങളിലെ ഉന്നത ജാതിക്കാർ എന്ന് കരുതുന്നവർ ജാതി സെൻസസിനോട് നിർമ്മമതയോടെയാണ് പ്രതികരിച്ചത്. കേരളം പോലെ ഉയർന്ന രാഷ്ട്രീയ മൂല്യമുണ്ട് എന്ന് കരുതുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് എതിർപ്പ് വരുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ജാതി സെൻസസിനെ എതിർക്കുന്ന NSS. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കിയാൽ ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ രാഷ്ട്രീയമായി അത് വലിയ പ്രകമ്പനങ്ങൾക്ക് കാരണമാകും. ഏതൊരു മുന്നണി അധികാരത്തിൽ വന്നാലും താക്കോൽ സ്ഥാനങ്ങളുടെ ജാതി തിരിച്ച് കണക്കെടുക്കുന്ന ചില സംഘടനകൾക്ക് തിരിച്ചടിയാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ അപ്രഖ്യാപിതമായ ഒരു കീഴ്വഴക്കമുണ്ട്. ഈ നായർ സമുദായത്തിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ആയാൽ ക്രിസ്ത്യൻ ഈഴവ സമുദായങ്ങളിൽ നിന്നൊരാൾ KPCC അധ്യക്ഷനോ UDF കൺവീനറോ ആകും. എന്നുവെച്ച K കരുണാകരനോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഏതെങ്കിലും വിധത്തിലുള്ള സംവരണം കൊണ്ട് നേതാക്കളായവരാണ് എന്നർത്ഥമില്ല. ആ സ്ഥാനത്ത് അവർ എത്തുമ്പോൾ അഭിമാനം കൊള്ളുന്ന ചില സമുദായ ജാതി സംഘടനകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഈ നേതാക്കൾ ആരെങ്കിലും സ്വന്തം സമുദായത്തിന് വേണ്ടി വഴിവിട്ടെന്തെങ്കിലും ചെയ്തു എന്ന ആരോപണവും നേരിട്ടിട്ടില്ല. പക്ഷേ അലിഖിതമായി അങ്ങനെ ഒരു നിയമം കോൺഗ്രസ് എക്കാലത്തും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് പറയുന്നതിൽ നേതാക്കൾക്ക് ഒരു മറവും ഒളിവും ഉണ്ടായിരുന്നില്ല താനും. അതുകൊണ്ടാണ് 2011 അധികാരമേറ്റ ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനം വേണമെന്ന് NSS ജനറൽ സെക്രട്ടറി പരസ്യമായി ആവശ്യപ്പെട്ടത്. പിന്നാലെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോ NSSന്റെ സമ്മർദ്ദം ഫലിച്ചു എന്ന വിലയിരുത്തലുണ്ടായത്. അതുവരെ KPCC അധ്യക്ഷനായിരുന്നു. പാർട്ടിയിൽ പോരാ, സർക്കാരിൽ തന്നെ വേണം താക്കോൽ സ്ഥാനം എന്നർത്ഥം. രണ്ടാം കേരള മന്ത്രിസഭ തന്നെ നോക്കുക. ഒന്നാം സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആയിരുന്നു. KA ദാമോദര മേനോനും K മാധവ മേനോനുമായിരുന്നു തുടക്കത്തിൽ PCC അധ്യക്ഷന്മാർ. ഇവരുടെ രണ്ടുപേരുടെയും ഹ്രസ്വകാലത്തിനു ശേഷം R ശങ്കർ KPCC അധ്യക്ഷനാകുന്നു. ആ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് R ശങ്കറും PT ചാക്കോയും ചേർന്നാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അപ്പോ സ്വാഭാവികമായും മുഖ്യമന്ത്രിയാകേണ്ടത് PT ചാക്കോയാണ്, അതല്ലെങ്കിൽ PCC അധ്യക്ഷൻ R ശങ്കർ. എന്നാൽ ഇവർ രണ്ടുപേരും അന്ന് മുഖ്യമന്ത്രിയായില്ല. പകരം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പട്ടം താണുപിള്ളയാണ് മുഖ്യമന്ത്രിയായത്. അന്ന് അതിലും വലിയൊരു അട്ടിമറി ഉണ്ടായിരുന്നില്ല. താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കാൻ ചരട് വലിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു എന്നാണ് അന്ന് പ്രചരിച്ച കഥ. നമ്പൂതിരിപ്പാടിനെ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാക്കിയപ്പോ ഒരു ഉന്നത നായരെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാക്കണം എന്ന് വാദിച്ചാണ് താക്കോൽ സ്ഥാനം നേടിയതത്രേ. പട്ടം മുഖ്യമന്ത്രിയായതോടെ വെട്ടിമാറ്റിയത് R ശങ്കറിനെയാണ്. ശങ്കറുമായി മന്നത്തിനുണ്ടായിരുന്ന അകൽച്ച അന്ന് പരസ്യവുമായിരുന്നു. ഒടുവിൽ ഈ സത്യമൊക്കെ മനസ്സിലായ അഖിലേന്ത്യാ നേതൃത്വം പട്ടത്തെ ഗവർണറാക്കി അയച്ച് ശങ്കറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി. അപ്പോഴാണ് അടുത്ത പാലംവലി കേരളത്തിലുണ്ടായത്. 15 കോൺഗ്രസ് MLA-മാരെ മറുകണ്ഠം ചാടിച്ച് ശങ്കറിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ആദ്യ മുഖ്യമന്ത്രി. അങ്ങനെ പുറത്താക്കിയവർ കോട്ടയത്തെത്തി പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എന്ന് പേരിട്ടതും പതാക പ്രകാശിപ്പിച്ചതുമൊക്കെ മന്നത്ത് പത്മനാഭനായിരുന്നു. ജാതി സെൻസസ് നടന്നാൽ രാഷ്ട്രീയത്തിൽ എന്തു സംഭവിക്കും? ഓരോ സമുദായത്തിലും ഉള്ളവരുടെ കൃത്യമായ എണ്ണം പുറത്തു വരും എന്നുള്ളതാണ് ഉത്തരം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അത് ബാധിക്കില്ല. കൃത്യമായ എണ്ണവും കണക്കുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ എത്ര ഈഴവരുണ്ട്, എത്ര നായരുണ്ട്, എത്ര നമ്പൂതിരിമാരുണ്ട്, എത്ര തമിഴ് ബ്രാഹ്മണരുണ്ട്, എത്ര നമ്പ്യാർമാരുണ്ട്, എത്ര നയനാർമാരുണ്ട് തുടങ്ങിയ കണക്കുകളാകും പുറത്തു വരിക. അത് പ്രധാനമായും ബാധിക്കുക സാമുദായിക വീതം വയ്പ് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ ആയിരിക്കും. ലത്തീൻ കത്തോലിക്കരുടെയും റോമൻ സിറിയൻ കത്തോലിക്കരുടെയും യാക്കോബായക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയും ഒക്കെ എണ്ണങ്ങൾ അതത് പള്ളി രജിസ്റ്ററുകളിലുണ്ട്. അതെല്ലാം കൂട്ടിയെടുത്താൽ കിട്ടുന്നതുമാണ്. എന്നാൽ നായർ, ഈഴവ തുടങ്ങിയവരിലെ നല്ലൊരു പങ്കും സാമുദായിക സംഘടനകളിൽ ചേരാത്തതിനാൽ തന്നെ അത്തരമൊരു കണക്കെടുപ്പ് കൃത്യമായിരുന്നില്ല. ഇനി ആ കണക്കാണ് തലയെണ്ണി വരാൻ പോകുന്നത്. അതോടെ സ്കൂളുകളിലെ കുട്ടികളുടെ തലയെണ്ണുന്നത് പോലെയുള്ള ഒരു സ്ഥിതി രാഷ്ട്രീയത്തിലും വരുമോ എന്നാണ് ആശങ്ക.
നിലവിൽ രാഷ്ട്രീയത്തിലുള്ള പല തസ്തികകളും ഇല്ലാതാകും, ഡിവിഷൻ ഫോൾ ഉണ്ടാകും, ജോലി തന്നെ പോകാനും മതി. NSS ഇപ്പോൾ ഉയർത്തുന്ന എതിർപ്പ് ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ കണക്കാക്കാൻ. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സോഷ്യലിസ്റ്റ് കക്ഷികളെല്ലാം ഉത്തരേന്ത്യയിൽ പണ്ടേ ആവശ്യപ്പെടുന്നതാണ് ഈ ജാതി സെൻസസ്. സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും മാത്രമല്ല, മായാവതിയുടെ BSPയും ഇപ്പോൾ BJP പക്ഷത്തുള്ള ജനതാദൾ യുവും ജനതാദൾ എസും ഒക്കെ എത്രയോ വർഷങ്ങളായി ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷം എവിടെ നിൽക്കുന്നു എന്നതാണ് ചോദ്യം. സാമ്പത്തിക സംവരണമാണ് CPIMന്റെ പഴയ പ്രഖ്യാപിത നയം. CPIക്കും അതുതന്നെയാണ്. എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ജാതി സംവരണം അനിവാര്യമാണെന്ന തീർപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജാതി തിരിച്ചല്ല, മനുഷ്യരുടെ തൊഴിലും വരുമാനവും അനുസരിച്ചാണ് സമൂഹത്തെ തിരിക്കേണ്ടത് എന്ന് വാദിക്കുന്നവരാണ്. തൊഴിലാളി വർഗവും മുതലാളി വർഗവും മാത്രം ആത്യന്തികമായുമുള്ള ഒരു സമൂഹം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും ഉണ്ടാകണമെന്നില്ല. ഇവിടെ ജാതിയാണ് പരമമായ യാഥാർത്ഥ്യവും സത്യവും. രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്തുന്നത് ജാതി സംഘടനകളാണ്. അങ്ങനെയുള്ളപ്പോൾ ആർക്കാണ് ശരിക്കും ശക്തി എന്നറിയുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. പഴയ മണിച്ചിത്ര താളുകളുടെ താക്കോൽ സ്ഥാനങ്ങൾക്ക് പകരം നമ്പർ ലോക്കുകൾ വരും. ജാതി സെൻസസ് യാഥാർത്ഥ്യമായാൽ ജാതി തിരിച്ചുള്ള ആ എണ്ണമായിരിക്കും ഇനിയുള്ള നമ്പർ ലോക്ക്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.